അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ആ കള്ളിയിൽ നിന്നും എടുത്ത് ഓരോന്നിനും യോജിച്ചതിൻ്റെ നേരെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇഖ്ഫാഇന് ഉണ്ട്. അപ്പോൾ ഇഖ്ഫാഇന് ഉണ്ട്. അപ്പോൾ ഇഖ്ഫാഇനുള്ള എന്തോ ഒരു സംഭവം ആ ബോക്സിലുണ്ട്. അപ്പോൾ അത് എടുത്ത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. മീമായി മറിച്ചു മണിക്കണം. വെളിവാക്കൽ ഷദ്ദോട് കൂടി മണിക്കണം. 15 അക്ഷരങ്ങൾ. തരിമൂക്കിൽ നിന്നാണ്. മണിക്കാതെ ഷദ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ ഇഖ്ഫാഇന് ഉണ്ട് 15 അക്ഷരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 15 അക്ഷരങ്ങൾ എന്ന് എഴുതുക. രണ്ടാമത്തേത് ഇദ്ആം ബിഉന്ന. ഇദ്ആം ബിഉന്ന. അപ്പോൾ അതിൻ്റെ യോജിച്ചതാണ് ഷദ്ദോട് കൂടി മണിക്കണം. അപ്പോൾ ഷദ്ദോട് കൂടി മണിക്കുന്നതിനാണ് ഇദ്ആമും ബിഉന്ന എന്ന് പറയുക. മൂന്നാമത്തേത് ഇദ്ആമും ബിലാ ഉന്ന. അപ്പോൾ അതിന് നേരെ എതിരായിരിക്കും എന്താണ്? മണിക്കാതെ ഷദ് ചെയ്യണം. ഷദ് ചെയ്യണം, പക്ഷെ എന്താക്കരുത്? മണിക്കരുത്. അപ്പോൾ മണിക്കാതെ ഷദ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ആമും ബിലാ ഉന്നയുടെ നേരെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത് ഇഖ്ലാബ്. മീമായി മറിച്ചു മണിക്കണം. മീമായിട്ട് മറിച്ചു മണിക്കണം. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഇഖ്ലാബ്, മീമായി മറിച്ചു മണിക്കണം എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് ഇൽഹാർ. അപ്പോൾ ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കൽ. അപ്പോൾ ആ ബോക്സിൽ നിന്നും വെളിവാക്കൽ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി ആറാമത്തത് മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തരിമൂക്കിൽ നിന്നാണ് എന്നത് എടുത്ത് എഴുതുക. രണ്ടാമത്തെ ഭാഗം ഉദാഹരണം എഴുതാം 1 വീതം. അപ്പോൾ ഓരോന്നിനും ഒരു ഉദാഹരണം എഴുതുക. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഓരോന്നിനും 2 വീതം മാർക്കാണ്. അപ്പോൾ ഒന്നാമത്തത് ഇഖ്ലാബാണ്. അപ്പോൾ ഇഖ്ലാബിന് ഒരു ഉദാഹരണം എഴുതുക. യുൻബിതു. എന്താണ്? യുംബിതു. അവിടെ നൂൻ എന്താക്കണം? അപ്പോൾ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുംബിതു. അപ്പോൾ അതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. യുംബിതു എന്നും മിംബഅദു എന്നും കിറാമിൻ ബററ. കിറാമിൻ ബററ. അപ്പോൾ മീമായിട്ട് എന്താക്കണം? നമ്മൾ മറിച്ചു മണിക്കണം എന്നാണ് ഇഖ്ലാബ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താക്കണം? മീമായിട്ട് മറിച്ചു മണിക്കണം. അപ്പോൾ യുംബിതു എന്നുള്ളത്, പിന്നെ മിംബഅദു എന്നുള്ളത്, കിറാമിൻ ബററ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഖ്ലാബിന് ഉദാഹരണമാണ്. ഇവിടെ 3 കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തത് ഇദ്ആമും ബിലാ ഉന്ന. ഇദ്ആമും ബിലാ ഉന്നക്ക് ഉദാഹരണം. ഇദ്ആമും ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കാതെ ഷദ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പം മിർ റസൂലിൻ. മിർ റസൂലിൻ ഫഹുവ ഫി ഈശത്തിർ റാളിയ. ഈശത്തിർ റാളിയ. അപ്പോൾ അവിടെ ഒരിക്കലും എന്താക്കരുത്? മണിക്കരുത്. മിർ റസൂലി എന്ന് പറയില്ല. മറിച്ച് എങ്ങനെയാണ് പറയുക? മിർ റസൂലി ഫഹുവ ഫി ഈശത്തിർ റാളിയ. ഇനി മൂന്നാമത്തത് ഇദ്ആമും ബിഉന്ന. ഇദ്ആമും ബിഉന്ന എന്ന് പറഞ്ഞാൽ ഷദ്ദോട് കൂടി മണിക്കണം എന്നാണ്. മിൻ മർഖദിന. മിൻ മർഖദിന. മിമ്മാഇൻ മഹീൻ ഫീ കിതാബിൻ മുബീൻ. അപ്പോൾ അവിടെ എന്ത് വരണം? ഉന്നത്ത് വരണം. ഉന്നത്തോട് കൂടെ എന്ത് ചെയ്യണം? ഇദ്ആം ചെയ്യണം. മണിക്കലോട് കൂടെ ഇദ്ആം ചെയ്യണം. അതിനാണ് എന്ത് പറയുക? ഇദ്ആമു ബിഉന്ന എന്ന് പറയുന്നത്. ഷദ്ദോട് കൂടെ മണിക്കണം. ഇദ്ആമും ബിഉന്ന എന്ന് പറഞ്ഞാൽ ഷദ്ദോട് കൂടെ മണിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് പൂർത്തിയാക്കാം. മൂന്നാമത്തെ എന്താണ്? പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത്. അപ്പോൾ മണിക്കുന്നതിന് നമ്മൾ മേലെ കുറേ മണിക്കൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഏത്? ഉന്നത്ത് എന്നുള്ളത്, അല്ലേ? ഇദ്ആമും ബിഉന്ന, ഇദ്ആമും ബിലാ ഉന്ന, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൽ എന്നാണ് അറബിയിൽ പറയുക. ഓക്കെ, മണിക്കൽ എന്നതിൻ്റെ അറബിയാണ് ഏത്? ഉന്നത്ത് എന്നുള്ളത്. രണ്ടാമത്തത് മണിക്കേണ്ടുന്ന ഹർഫുകൾ
ഏത് മാത്രമേ ഉള്ളൂ? മീമും നൂനും. ഷദ്ദുള്ള മീമും നൂനും വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്താക്കേണ്ടത് എന്ന് പഠിച്ചു? മണിക്കേണ്ടത് എന്ന് പഠിച്ചു. അപ്പോൾ മീമും നൂനുമാണ് എന്താക്കേണ്ടത്? മണിക്കേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തത്, ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായുടെ ഉൾഭാഗം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായുടെ ഉൾഭാഗം. ഇനി നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഏതാണ്? ഖുർആൻ ഷരീഫ് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? അടിസ്ഥാന ഗ്രന്ഥ എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഭാഗം 2 വീതം എഴുതാം. 2 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും 2 വീതം എഴുതാനാണ്. ഏതാണ്? ഹുറൂഫുൽ ഹൽഖ്. ഏതാണ്? ഹംസ, ഹ, ഖൈന്, ഹ, ഖൈന്, ഖ. ഇതാണ് ഏത്? ഹുറൂഫുൽ ഹൽഖ്. അപ്പോൾ ഇൽഹാർ എന്ന ഭാഗത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഹുറൂഫുൽ ഹൽഖ് പഠിക്കുന്നുണ്ട് അല്ലേ? ഇനി രണ്ടാമത്തത്, തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ. ഒന്ന് മഖ്റജ്, സിഫാത്ത്, മദ്, ഉന്നത്ത്, തഫ്ഹീം, തർക്കീക്ക്. അപ്പോൾ ഇതാണ് തജ്വീദിലെ പ്രധാന പഠന വിഷയങ്ങൾ. ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. ഇനി ഉത്തരം എഴുതാം. ഖൈഷൂം എന്ന് എന്തിനാണ് പറയുന്നത്? ഖൈഷൂം എന്ന് എന്തിനാണ് പറയുന്നത്? എന്തിനാണ്? തരിമൂക്കിനാണ് ഖൈഷൂം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ചോദ്യം, ഖൈഷൂം എന്ന് എന്തിനാണ് പറയുന്നത്? തരിമൂക്കിനാണ് ഖൈഷൂം എന്ന് പറയാം. രണ്ടാമത്തത്, നാം ഖുർആൻ പഠിക്കണം എങ്ങനെ? ഉത്തരം, ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടും. മൂന്നാമത്തത്, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ്? 18. അപ്പോൾ 18 അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത്. ഇനി നാലാമത്തത്, തൻവീൻ ഉണ്ടാവൽ എവിടെയാണ്? കലിമത്തിന്റെ അവസാനത്തിൽ. അപ്പോൾ കലിമത്തിന്റെ അവസാനത്തിലാണ് എന്തുണ്ടാവുക? തൻവീൻ ഉണ്ടാവുക. അഞ്ചാമത്തത്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ഏതെല്ലാം? ഫാ, വാവ്, ബാ, മീം. അപ്പോൾ ഇതൊക്കെയാണ് ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഇനി ഏറ്റവും അവസാനത്തത് 6ാമത്തെ ഭാഗം, മഖ്റജ് എഴുതാം. ഒന്നാമത്തത് സ്വാദ്, സ, സീൻ. അപ്പം നാവിൻ്റെ കൂർത്ത അറ്റവും താഴെയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇടയും, അതാണ് സ്വാദിൻ്റെയും സായുടെയും സീനിൻ്റെയും മഖ്റജ്. രണ്ടാമത്തേത് ഖാഫാണ്. നാവിൻ്റെ മുരടും അതോടു നേരിടുന്ന അണ്ണാക്കും, അതാണ് ഖാഫിൻ്റെ മഖ്റജ്. ഇനി മൂന്നാമത്തേത് നോക്കാം. വാദിൻ്റെ മഖ്റജ്, നാവിൻ്റെ രണ്ടിൽ ഒരു അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത്. നാവിൻ്റെ രണ്ടിൽ ഒരു അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത്. അതാണ് എന്തിൻ്റെ മഖ്റജ്? വാദിൻ്റെ മഖ്റജ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.